ചേട്ടാ, കഴിഞ്ഞ ഒരു നോമ്പുകാലം തൃശ്ശൂർ എം പിയും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ഒരു ദർഗയിൽ ചെല്ലുന്നു. അവിടുന്ന് നോമ്പ് കഞ്ഞി കുടിക്കുന്നു. ഇപ്പോഴത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയും വിവാദങ്ങളിൽ പെട്ട് നിൽക്കുന്ന കേരള കാസനോവയുമായിട്ടുള്ള നമ്മുടെ ഗണേഷ് കുമാർ അതിനെ ഒരു പ്രസംഗവേദിയിൽ വെച്ച് പറയുകയാണ്, കഞ്ഞി കാണാത്തവൻ കഞ്ഞി കുടിക്കുന്ന പോലെയാണ് സുരേഷ് ഗോപി കഞ്ഞി കുടിക്കുന്നത്. ആ പാത്രം വരെ തിന്നു കളയുമോ എന്ന് ഞാൻ ഭയക്കുന്നു. ഇതൊക്കെ വെറും പ്രഹസനമാണ് എന്ന് പറഞ്ഞ് അപമാനിച്ച് ഇതാ ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു നോമ്പുകാലം വരുമ്പോൾ കർമ്മ ഇസ് എ ബൂമറാങ് നമ്മൾ പറയുന്ന പോലെ തന്നെ കർമ്മഫലം തിരിച്ച് തലയിലേക്ക് ചെല്ലുകയാണ്. ഈ നോമ്പുകാലത്ത് അപമാനിതനായി നിൽക്കുന്നത് സാക്ഷാൽ ഗണേഷ് കുമാർ തന്നെയാണ്. അതും ഏറ്റവും വൃത്തികെട്ട രീതിയിലുള്ള ഒരു നാണക്കെടലാണ്. ചേട്ടന്റെ അഭിപ്രായം എന്താണ് ഈ ഒരു വിഷയത്തിൽ? പ്രശാന്ത്, നമ്മൾ ബൈ പ്രൊഫഷൻ നമ്മൾ രണ്ടുപേരും ഒരു പ്രൊഫഷനിൽ തന്നെ ജോലി ചെയ്യുന്നവരാണ്. അതെ. ചിലപ്പോൾ നമുക്ക് അല്ലെങ്കിൽ പോട്ടെ, ഈ സ്ഥാപനത്തിൽ നിന്ന് പ്രശാന്ത് വേറൊരു സ്ഥാപനത്തിലേക്ക് പോയാലും നമ്മൾ അങ്ങനെ പരസ്പരം കരിവാരി തേക്കാൻ പാടില്ല. കാര്യം നമ്മൾ ഒരുമിച്ച് പണിയെടുത്തിരുന്നു. അപ്പോൾ ഇദ്ദേഹവും അവർ രണ്ടുപേരും സിനിമാ താരങ്ങളാണ്. അവർ ഒരുമിച്ച് ഒത്തിരി സിനിമകളിൽ, അതായത് നമ്മളിപ്പോൾ ഭയക്കേണ്ട കാര്യം എന്നറിയോ, അവർക്ക് ഒരുപാട് സീക്രട്ടുകൾ ഉണ്ടാവും. സിനിമാ താരങ്ങളാണ്. സുരേഷ് ഗോപിക്ക് ഒരുപാട് സീക്രട്ട് ഉണ്ടാവും. അതുപോലെ ഈ പറയുന്ന വ്യക്തി ഗണേഷ് കുമാറിനും സീക്രട്ട് ഉണ്ടാവും. ഇതെല്ലാം ഒരു പൊതുവേദിയിൽ വിളിച്ചു പറയുക എന്ന് പറഞ്ഞാൽ, പണ്ട് നാട്ടുമ്പുറത്ത് അങ്ങാടിയിൽ ചില പെണ്ണുങ്ങൾ, ഈ പച്ചക്കറി വിൽക്കുന്ന ചില പെണ്ണുങ്ങൾ പിണങ്ങുമ്പോൾ, എടി നിന്റെ ഭർത്താവിന് വയ്യാതിരുന്നപ്പോ ഞാൻ കാശ് തന്ന കഥ നിനക്ക് ഓർമ്മയുണ്ടല്ലോടി എന്ന് വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ നിന്റെ മക്കൾ ആഹാരം കഴിക്കാതിരുന്നപ്പോ ഞാനല്ലടി മാങ്ങാച്ചാർ തന്നത്, കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തിരുന്നവളെ എന്ന് വിളിച്ചു പറയുന്ന ഒരു വർത്താനം അറിയാവോ? നാട്ടുമ്പുറത്തെ പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും കുറവും വിളിച്ചു പറയുന്നു. എങ്ങനെ ഈ പറയുന്ന രീതിയിൽ പിണങ്ങുമ്പോൾ. അതുപോലെ അല്ലേ ഇത്? അത് ഒരു വിഷയം. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതുപോലെ ഒരു വിഷയം, അത് നമ്മളൊരു ഉദാഹരണം പറഞ്ഞത്. എന്തിന് ഇങ്ങനെ ഇത്ര അടച്ചാക്ഷേപിക്കുന്നു? നമ്മൾ ഒരു കാര്യം എടുത്തു പറയണം. സുരേഷ് ഗോപി എന്ന് പറയുന്ന നടൻ കുറേയെങ്കിലുമൊക്കെ ജീവിതത്തിൽ റിയാലിറ്റി അദ്ദേഹം കാണിക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനായതുകൊണ്ടാണ് ഇപ്പൊ ഈ കാണിക്കുന്ന ഫോൾസ് എല്ലാം ഉണ്ടാവുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരന്റെ പരിവേഷം ചേർന്നിട്ടില്ല. അവിടെയാണ് ഈ പറയുന്ന കഞ്ഞി കുടിക്കാനായിട്ട്, അതായത് ഈ പറയുന്ന രീതിയിൽ നോയമ്പെടുക്കുന്നവര് നോയമ്പ് കഴിഞ്ഞിട്ട് നോയമ്പ് കഞ്ഞിയാണ് കുടിക്കുന്നത്. ഈ കഞ്ഞി കുടിക്കുന്നതിൽ എന്തിനാണ് അദ്ദേഹം വളരെ നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ആഹാരത്തെ ഇഷ്ടത്തോടെ വേണം കഴിക്കേണ്ടത്. ഈ സുരേഷ് ഗോപി ആഹാരം നമ്മൾ കുടിക്കുന്നത് കഞ്ഞിയായിരുന്നാലും ചോറായാലും ഇനി എന്തായാലും ആഹാരം നമുക്ക് കിട്ടുന്നത് തന്നെ ദൈവാനുഗ്രഹമാണ്. അങ്ങനെ ആഹാരം നമ്മൾ ഇഷ്ടത്തോടെ കഴിക്കുന്നതിനെ ഇങ്ങനെ ഒരിക്കലും പറയരുത്. അതല്ല, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്നത് കൃത്യമായി നോയമ്പ് നോക്കുന്ന ഒരാളാണെന്നുള്ളത്. അല്ല, നോയമ്പ് നോക്കിയാലും ഇല്ലെങ്കിലും ആ കഞ്ഞി കുടിക്കാനായി പോകുന്നതിൽ ഞാൻ പോയിട്ടുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് നേർച്ച കഞ്ഞി. വളരെ ഇഷ്ടത്തോടെ ഞാൻ കുടിച്ചിട്ടുണ്ട്. നോമ്പ് കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് പ്രത്യേക ടേസ്റ്റ്. ഞാൻ പറഞ്ഞ അതല്ല, ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ, അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനാണ്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു ആക്ടറാണ്. ഈ പറയുന്ന സുരേഷ് ഗോപിയെ പല പൊതുവേദികളിലും വെച്ച് കടന്നാക്രമിക്കുന്ന ഒരു ശീലം ഗണേഷ് കുമാറിന് കുറച്ച് നാളുകളായിട്ടുണ്ട്. അത് എന്താ പറയുക, സുരേഷ് ഗോപി എന്ന് പറയുന്ന ആളുടെ ആ ഒരു പ്രഭാവത്തോടുള്ള ഭയമാണ്. ഈ അടുത്തിടയ്ക്ക് ഉണ്ടായിരുന്ന ഒരു പ്രസ്താവന എന്ന് പറയുന്നത്, പത്തനാപുരം എന്ന് പറയുന്ന നാട്ടിലേക്ക് സുരേഷ് ഗോപി വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നന്ദി മറക്കുന്ന ഒരു വെറും മൃഗം മാത്രമായിട്ട് അവിടെ ഈ പറയുന്ന ഗണേഷ് കുമാർ മാറുകയാണ് ചെയ്തത്. കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപി കൊടുത്ത മറുപടി, ഞാനിതിന് മുൻപ് പത്തനാപുരം വന്നിട്ടുണ്ട്, അതെന്റെ പ്രിയ സുഹൃത്ത് ഗണേഷിന് വേണ്ടി വോട്ട് ചോദിക്കാനാണ് എന്ന് തിരിച്ചു പറഞ്ഞ സുരേഷ് ഗോപിയെ നമ്മൾ കണ്ടതാണ്. കാരണം ഗണേഷ് കുമാറിന് വേണ്ടി വോട്ട് പിടിക്കാണ്ട് സുരേഷ് ഗോപി പത്തനാപുരത്ത് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഈ പറയുന്ന BJP-യിലേക്ക് വരുന്നതിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹത്തെ പോലും മറന്ന് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് അദ്ദേഹം പോയി എന്ന് പറയുന്ന ഒറ്റ കാരണത്തിൽ അദ്ദേഹത്തെ കടന്നാക്രമിക്കുന്ന ഒരു രീതി. ചേട്ടാ, സൗഹൃദങ്ങൾ ഒരിക്കലും രാഷ്ട്രീയത്തിന് വിലങ്ങാടിയല്ല. രാഷ്ട്രീയമായിരുന്നാലും പ്രശാന്ത്, ഞാനും നമ്മളെല്ലാം ഈ മേഖലയിൽ പണിയെടുക്കുന്നവരാ. പ്രശാന്ത്, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്. ഞാൻ പറഞ്ഞ് പൂർത്തിയാക്കിയില്ലായിരുന്നു. അതായത് ചേട്ടാ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ, ഞാൻ ഒരു രാഷ്ട്രീയ അനുഭാവിയാണ്. എൻ്റെ വ്യക്തമായ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് എന്താണെന്നുള്ളത് എനിക്ക് ഇവിടുത്തെ പ്രേക്ഷകരുടെ അടുത്ത് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഓഫീസിലുള്ള എല്ലാവർക്കും ഞാൻ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണ് എന്നുള്ള കാര്യം അറിയാവുന്നതാണ്. ചേട്ടാ, ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത്, വൈകുന്നേരങ്ങളിൽ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിൽ പോയി അവിടുത്തെ ആൽത്തറയിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ മടിയിൽ തലവെച്ച് LDF-കാരനോട് സംസാരിച്ചുകൊണ്ട് BJP-കാരൻ്റെ മടിയിലേക്ക് കാലെടുത്ത് വെച്ച് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതാണ് ഞങ്ങളുടെ നാട്ടിലെ രാഷ്ട്രീയം. ഞങ്ങൾക്ക് BJP-യും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും എല്ലാം ഒന്ന് തന്നെയാണ്. ഞങ്ങളുടെ അവിടെ SDPI ഇല്ല. കാരണം ഞങ്ങളുടെ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഹിന്ദു ക്രിസ്ത്യൻ ഏരിയയാണ്. അവിടെ NSS-ന് ഒരുപാട് വേരോട്ടമുള്ള ഒരു നാടാണ്. NSS-ന്റെ കറതീർന്ന NSS-കാരുള്ള നാടാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യാനിറ്റി വളരെയധികം ശക്തമായിട്ടുള്ള നാടാണ്. അവിടെ ഞങ്ങൾ ക്രിസ്തുമസ് ആഘോഷിക്കുന്നതും ഈസ്റ്റർ ആഘോഷിക്കുന്നതും ഒരുമിച്ചാണ്. ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നതും
അതുപോലെ തന്നെ ശിവരാത്രി ആഘോഷിക്കുന്നതും വിഷു ആഘോഷിക്കുന്നതും നമ്മൾ ഈ എല്ലാം വിഷയത്തിലേക്ക് ഞാൻ വരുമ്പോൾ പറഞ്ഞതാണ് ചേട്ടാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയത എന്ന് പറയുന്നത് RSSകാർ വർഗീയത വളർത്തുന്നു, BJPക്കാർ വർഗീയത വളർത്തുന്നു എന്ന് ഘോരഘോരം പ്രസംഗിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വർഗീയ വേഷങ്ങൾ എന്ന് ഞാൻ പറയും. കാരണം സ്വന്തം സുഹൃത്തിനെ പോലും അവൻ നിൽക്കുന്ന രാഷ്ട്രീയ ചായ്വ് നോക്കി തള്ളിപ്പറയാൻ മടിയില്ലാത്ത ഇത്രയും നന്ദികെട്ട മൃഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മാത്രമേ ഉണ്ടാവൂ എന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഗണേശൻ കമ്മ്യൂണിസ്റ്റ് അല്ല, കേരള കോൺഗ്രസ് ബി ആണ് ഗണേശൻ. അത് കേരള കോൺഗ്രസ് ബി ആണെങ്കിൽ അദ്ദേഹം നിൽക്കുന്നത് ഏത് പാർട്ടിയിലാണ്? ഇപ്പോൾ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന ഏത് പാർട്ടിയുടെ ഒപ്പം നിന്നിട്ടാണ്? LDFിന് പോകുന്നതിനാണ്. ജോസ് കെ മാണി കേരള കോൺഗ്രസ് ആണ്, പക്ഷെ ജോസ് കെ മാണി ഏത് പ്രസ്ഥാനത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്? LDFിലാണ് നിൽക്കുന്നത്. അല്ല, നമ്മൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം പ്രശാന്തേ. ഇന്നലെ അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്ത് കൂടെ നിന്ന് അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ ഈ സിനിമാ ഫീൽഡിൽ ഉണ്ടായിരുന്ന ആൾക്കാർ ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ മാറുന്ന, അതായത് ഇത്തരത്തിൽ അടച്ചാക്ഷേപം പറയുന്ന ഗണേശൻ നാളെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പറയില്ല. ഉറപ്പായിട്ടും പറയും. ഇയാൾ നാളെ UDFിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇയാൾ ഏറ്റവും കൂടുതൽ എഴുതി വെച്ചോ 10 വർഷത്തിനകം ഗണേശൻ UDFിലേക്ക് തന്നെ പോയിരിക്കും. എടുക്കൂ, എനിക്ക് തോന്നുന്നില്ല. അത് ഗണേശനെ പോലെ അത് രാഷ്ട്രീയത്തിൽ എടുത്തെങ്കിലും ഓക്കെ, രാഷ്ട്രീയത്തിന് നിലപാട് അയാൾ നല്ലൊരു കഴിവുള്ളൊരു മന്ത്രിയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. അയാൾ പല കാര്യങ്ങളും അദ്ദേഹത്തിന്റെ കഴിവുള്ള പറയേണ്ട പ്ലാറ്റ്ഫോം അല്ല. നമുക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ. ബഹുമാനപ്പെട്ട ഗണേശൻ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം, അതും സുരേഷ് ഗോപിയെ പോലെ വളരെ ജെന്യൂനായിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു വർത്തമാനം കൂടെ നമ്മളിവിടെ പറയണം പ്രശാന്തേ. അതായത് ഞാൻ അദ്ദേഹം എന്ന് പറയുന്ന വ്യക്തി, ഈ പറയുന്ന ഞാൻ വെറുതെ എടുത്തിട്ടുണ്ട്, അദ്ദേഹം കൊല്ലത്തുകാരനാണ്, അത് ഓർക്കണം. സുരേഷ് ഗോപി കൊല്ലത്തുകാരനായ അദ്ദേഹം വ്രതമെടുത്തിട്ടുണ്ട്. എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ ഭാര്യ, അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ഭാര്യ എൻ്റെ കാമുകിയാണ്, എൻ്റെ 2 കുട്ടികളുടെ അമ്മയാണ്, ഞാൻ എൻ്റെ ഭാര്യയെ പറ്റിക്കാറില്ല എന്നൊരു വർത്തമാനം പറയുന്നത്, ഞാൻ എൻ്റെ ഭാര്യയെ ചതിക്കാറില്ല എന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. ഇത് ആർക്കാ കൊള്ളുന്നേ? ഇത് ആർക്കാ കൊള്ളുന്നത്? ഗണേഷ് കുമാർ. അത് ഈ നോമ്പ് കാലത്ത് ആർക്കാ കൊള്ളുന്നേ? ഗണേഷ് കുമാർ ആണല്ലോ. ഞാൻ മുൻപ് തുടക്കത്തിൽ അപ്പൊ ഈ പറയുന്ന രീതിയിൽ എന്തും നാവിൽ എല്ലില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ പാടില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കർമ്മ ഈസ് എ ബൂമറാങ്. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം. പണ്ട് എന്റെ മുത്തശ്ശിയൊക്കെ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചെടുക്കുന്നേ വരൂ എന്നൊരു പഴമൊഴി എപ്പോഴും എന്റെ മുത്തശ്ശി പറഞ്ഞിരുന്നു. അതെന്റെ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഞാൻ പലപ്പോഴും പാലിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി ഇതിൽ പറയേണ്ടതുണ്ട്. ഈ പറയുന്ന സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ ഭാര്യയെ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒക്കെ സ്നേഹിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇനി ഗണേശൻ വേറെ ഏതെങ്കിലും പുതിയ കഥയായിട്ട് വരുമോ? സുരേഷ് ഗോപി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസിന് തയ്യാറല്ലാത്ത ഒരാളാണ്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളിലും അദ്ദേഹം പല ഹോട്ടലിൽ ഇരുന്ന് കോഫി കഴിക്കുമ്പോൾ കാണുമ്പോൾ അറിയാം അദ്ദേഹം വളരെ രുചികരമായിട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്. ലാലേട്ടനും അതുപോലെ, ആഹാരം എന്ന് പറയുന്ന അന്നം എന്ന് പറയുന്ന ദൈവവും കൂടെ. ഈ പറയുന്ന വീഡിയോ ഞാൻ കണ്ടാളേട്ടാ, അതിലെന്താണ് അദ്ദേഹം തരിക്കഞ്ഞി എടുത്ത് പാത്രം കറക്കി മോന്തി കുടിക്കുന്നു. തരിക്കഞ്ഞി പിന്നെ അങ്ങനല്ലേ കുടിക്കണ്ടേ, ആ പാത്രത്തിൽ കൈയിട്ട് വാരി അളിച്ചു പറിച്ചൊന്നും അല്ലോ അദ്ദേഹം കഴിച്ചിട്ടുള്ളത്. ഇത് ഗണേശൻ പലയിടത്തും കയറി കൈയിട്ട് അളിച്ചു പറിക്കുന്ന ആ ഒരു പരിചയം വെച്ചിട്ടാവാ അദ്ദേഹം പറഞ്ഞത് ആക്രാന്തം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇപ്പോഴും ആക്രാന്തം ഏതായാലും മോശമായി പോയി. അതെ, ഈ പറയുന്ന പോലെ ഒരു നോമ്പ് കാലത്ത് അദ്ദേഹത്തിനെ ഇങ്ങനെ കളിയാക്കിയെന്നുണ്ടെങ്കിൽ ആ നോമ്പ് കാലം തീർന്നതിന് മുമ്പ് തന്നെ ഇപ്പോ പ്രശാന്ത് പറഞ്ഞ പോലെ ബൂമറങ് എന്നൊക്കെ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ ചേട്ടാ, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുന്നേ വരൂ.